CPM-ലെ കത്ത് ചോർച്ചാ വിവാദത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് വിശദമായ മറുപടി നൽകുമെന്ന് ചെന്നൈയിലെ വ്യവസായി ഷർഷാദ് ഫേസ്ബുക്കിൽ പറയുകയാണ്. കുടുംബം തകർത്തവന്റെ കൂടെയാണ് പാർട്ടിയെങ്കിൽ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറയേണ്ടി വരുമെന്ന് ഷർഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. അലക്സറ മുഹമ്മദ് ആ വാർത്തയുടെ വിവരങ്ങൾ ചെയ്യുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഈ പറയുന്ന കുടുംബ പ്രശ്നം CPM നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പറയും പോലെ കുടുംബത്തിലെ പ്രശ്നമാണെന്നും അതിൽ ഇടപെട്ട രാജേഷിനോടുള്ള പകയാണെന്നും ഒക്കെ ഷർഷാദ് തന്നെ ഫേസ്ബുക്കിൽ പറയുക അല്ലേ? ഹാഷ്മി സ്മിത, ഗുഡ് മോർണിംഗ്. ഹാഷ്മി സ്മിത അങ്ങനെ തന്നെയാണ്. അതായത് CPM ബന്ധമുള്ള ചെന്നൈയിലെ വ്യവസായി ഷർഷാദ് ഈ CPM ബന്ധമുള്ള ലണ്ടനിലെ വ്യവസായി രാജേഷിനെതിരെ PBക്ക് നൽകിയ പരാതി അത് ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉരുത്തിരിയുന്നത്. ആ PBക്ക് നൽകിയ കത്ത് ചോർന്നതിന് പിന്നിൽ, അതായത് PB അങ്ങ് അശോക് ധാവളയ്ക്ക് നൽകിയ കത്ത് ചോർന്നതിന് പിന്നിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്നാണ് ഈ ചെന്നൈ വ്യവസായി ഷർഷാദിന്റെ ആരോപണം. ഈ ആരോപണത്തിന്മേൽ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം പിൻവലിക്കണം, അത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം പിൻവലിച്ച് 3 ദിവസത്തിനുള്ളിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയത്. അത് തൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കും ഒപ്പം രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്കും മങ്ങലേൽപ്പിച്ചു എന്ന വക്കീൽ നോട്ടീസിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനിതാ മുഹമ്മദ് ഷർഷാദ് മറുപടി നൽകിയിരിക്കുന്നു ഫേസ്ബുക്കിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് വക്കീൽ മുഖേന വിശദമായ മറുപടി നൽകുമെന്നാണ് മുഹമ്മദ് ഷർഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, കുടുംബം തകർത്തവൻ്റെ കൂടെയാണ് പാർട്ടിയെങ്കിൽ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറയേണ്ടി വരും എന്നുള്ളത് കൂടി ഷർഷാദ് പറയുന്നു. അതായത് ഒരു കുടുംബ പ്രശ്നമാണെന്ന് ഷർഷാദ് തന്നെ ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കുടുംബത്തെക്കാൾ വലുതുള്ള ഏത് പാർട്ടി സെക്രട്ടറിയുടെ മകനും എന്നും ഒരു ഭീഷണി പോലെ ഷർഷാദ് മുഴക്കുന്നുണ്ട്. ഇനി മുതൽ ലൈവും ബ്രേക്കിങ്ങും ചെന്നൈയിൽ നിന്ന് എന്നൊരു ഭീഷണി രൂപത്തിലാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഒരു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാകട്ടെ തൻ്റെ കയ്യിൽ അല്ലെങ്കിൽ തനിക്ക് കുഴി തോണ്ടുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ ഈ വക്കീൽ നോട്ടീസ് എന്നാണ് ഷർഷാദ് പ്രതികരിച്ചിരിക്കുന്നത്. കൂടുതൽ രേഖകളും മറ്റുമൊക്കെ തൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ പുറത്തു വിടേണ്ടി വരുമെന്നും ഷർഷാദ് ഭീഷണി മുഴക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ CPM അത് കാണുമോ എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. നാളെ ചേർന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പ്രതിപക്ഷമടക്കം ഈ വിഷയം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അതിൻ്റെ രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് CPM നാളെ ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആലോചിക്കും. ഹാഷ്മി, ഓക്കെ. അപ്പോൾ അതാണ് അതിപ്പോൾ എന്താണ് കുടുംബം തകർത്തവനേക്കാൾ വലുതല്ല പാർട്ടി സെക്രട്ടറിയുടെ മകൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും എന്തോ കൂടുതൽ കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് എന്നൊരു ഭീഷണി, ഒരു പരോക്ഷ ഭീഷണി മുഴക്കുന്നുണ്ട് ഷർഷാദ്. അതെന്താണെന്നും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നും വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. എന്താണ് CPM നിലപാടെന്നും അല്ലേ?